നമ്മളുടെ ആഗ്രഹമല്ല നടക്കുക. ഓക്കെ, നമ്മളുടെ ആഗ്രഹം, എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ഇത് ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കില്ല. അതാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പലരും പറയുന്നുണ്ട് ഇത് തള്ളാണ്, ഉടായ്പാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പറയാറുണ്ട്. ഇതിന് കാരണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നടക്കൂല. ടൈം എത്രയായി? ഓക്കെ, ഇപ്പോ സമയം 8:40. നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യാൻ പോകുന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഒരിക്കൽ നിങ്ങൾ ഈ അറിയുന്ന കാര്യം അവോയ്ഡ് ചെയ്യരുത്, നിങ്ങൾ കാണുക. ഓക്കെ, റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നെക്സ്റ്റ് മന്ത് കറക്റ്റ് ഡേറ്റ് ചെയ്ത, മന്ത് ചെയ്ത, ഇയർ ചെയ്ത, നിർബന്ധമായിട്ട് കണ്ട ഡേറ്റ്, മന്ത്, ഇയർ, ഈ മാസം ആ വ്യക്തി ഇതിലേക്ക് വന്ന പോലെ കാണുക. ഹായ് ടു ഓൾ, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ JP യൂണിവേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ലൈഫിൽ സ്റ്റക്ക് ആയിട്ടുണ്ടാവും, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും, മണി പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റണം. ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് പഠിപ്പിക്കാൻ പോണത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് ഇത് വേണം, ഒരു ഊർജം വേണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് നമ്മൾ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണെന്ന് പറയുക. ഐ ആം റെഡി എന്ന് പറയാം. ഐ ആം റെഡിയാണ്. പിന്നെ ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. ഐ ആം വെൽതിയാണ്, ഐ ആം വെൽതി, ഞാൻ സമ്പന്നനാണ്, സമ്പന്നയാണെന്ന് പറയുക. പിന്നെ നെക്സ്റ്റ് ആണ് ഞാൻ ഹെൽതിയാണ്, ഞാൻ ഹെൽതിയാണെന്ന് പറയുക. ഓക്കെ, ഐ എം ഹാപ്പി, ഐ എം വെൽതി, ഐ എം ഹെൽതി. ഇത് പറയുക. ഇത് പറയുമ്പോൾ നമ്മുടെ ബ്രെയിന് തോന്നും, നമ്മളെ കാണുന്നതായിരിക്കും. ആൾക്ക് ബ്രെയിന് ഒരു കാര്യമുണ്ട്. ബ്രെയിന് പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇതറിയില്ല, നെഗറ്റീവും പോസിറ്റീവും അറിയില്ല, ശരി തെറ്റ് അറിയില്ല, സത്യവും കള്ളവും അറിയില്ല. അപ്പോ ബ്രെയിൻ ഇത് വിശ്വസിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ബോക്സ്, നമ്മുടെ ഇതില് ചാറ്റ് ബോക്സിൽ ഇടാം. ഒന്ന് എഴുതിയ എല്ലാവരും നിങ്ങളുടെ ഈ ഒരു അഫർമേഷൻ ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ ഈ വീഡിയോ മുഴുവനും കാണുക. യൂട്യൂബിലാണെങ്കിൽ അവിടെ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇതുപോലെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ ലിങ്ക് താഴെ ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു ബുക്കും ഒരു പെന്നും വെള്ളവും വെക്കട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കാൻ പോണത്. നമ്മൾ പലപ്പോഴും കേട്ടില്ലാണ്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഇത് ശരിയാണോ? ശരിയാണ്, നിങ്ങൾ പറയാം. നിങ്ങൾ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇത് ശരിയാണോ? നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കുമോ? പറഞ്ഞോ, മൈക്കോണൊക്കെ പറഞ്ഞോട്ടോ, കുഴപ്പമൊന്നുമില്ല. നടക്കും, എല്ലാവർക്കും നടക്കും. ചിലപ്പോളാ. ഓക്കെ, എങ്കിൽ ഞാൻ പറയും നടക്കില്ലെന്ന്. നിങ്ങൾ വിശ്വസിക്കോ? നടക്കില്ല. നിങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോകത്തിൽ ഇപ്പൊ ഒരു ഭിക്ഷക്കാരൻ ആൾക്കാർക്ക് ഉണ്ടാവില്ലേ പണക്കാരനാവണമെന്ന്? നടക്കുന്നുണ്ട്? അതുണ്ട്, നടക്കുന്നില്ല. ഞാൻ പറയുന്നു, നമ്മളുടെ ആഗ്രഹമല്ല നടക്കുക. ഓക്കെ, നമ്മളുടെ ആഗ്രഹം, എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ഇത് ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കില്ല. അതാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പലരും പറയുന്നുണ്ട് ഇത് തള്ളാണ്, ഉടായ്പാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പറയാറുണ്ട്. ഇതിന് കാരണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് നടക്കൂല, മറിച്ച് നമ്മളതായി തീരുക. ഓക്കെ, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങൾ പണക്കാരനായി മാറുക. ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ബോഡി, ഹെൽത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ദരിദ്രമാണെങ്കിൽ ഉദാഹരണം പറയാനുണ്ടോ, ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതും ദാരിദ്ര്യമായിരിക്കും. മറിച്ച് നിങ്ങൾ ദാരിദ്ര്യമാണെങ്കിലും നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ളത് വരും. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്താ പറഞ്ഞ അബണ്ടൻസ് എന്ന് പറയാ, തന്നെ സമൃദ്ധി എന്ന് പറയാം, സമൃദ്ധി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, മനസ്സിലായി? നടക്കില്ല ഒരിക്കലും. മറിച്ച് ഈ കാര്യം ഓൾറെഡി എന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ വേണമെങ്കിൽ ബുക്ക് എഴുതിക്കോട്ടോ, വേണമെങ്കിൽ എഴുതിക്കും സംഭവങ്ങളൊക്കെ. നമ്മളൊരു കാര്യം ഒരിക്കലും വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കില്ല.
ഓൾറെഡി ഈ കാര്യം ഞാൻ അനുഭവിക്കുന്നു. ഓക്കെ, അനുഭവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് റിച്ച് ആവണമെങ്കിൽ നിങ്ങൾ റിച്ച് ലൈഫ് സ്റ്റൈൽസ് അത് സ്വീകരിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണക്കാരൊക്കെ ഇല്ലേ, ഈ പണക്കാർക്ക് അവരെ കയ്യിൽ പണമുണ്ടോ? അവരെ കയ്യിൽ പണമില്ല, പേഴ്സിൽ പണം ഉണ്ടാവില്ല. ഉണ്ടാവും, എല്ലാവരും പണം പോലെ ഉണ്ടാവുള്ള ഇതിലൊക്കെ. പക്ഷെ ഓക്കെ, ബാങ്കിൽ പണം ഉണ്ടാവും, സമ്മതിച്ചു. പക്ഷെ പണമുള്ള അവർ മൈൻഡിലെ പണമുള്ള അവരുടെ അല്ലേ, അവർ മൈൻഡിലെ പണക്കാരനാണ് അവരുള്ളത്. അപ്പൊ അതുപോലെ നമ്മളായി മാറാം, നമ്മളിലേക്ക് അതുപോലെ പണം വരും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം? ഇപ്പൊ എനിക്കിപ്പോ ഒരു സമ്പന്നനാകാൻ ആഗ്രഹമുണ്ട്. ഓൾറെഡി സമ്പന്നനായിട്ട് അഭിനയിക്കാം. ഓക്കെ, അഭിനയിക്കാൻ പഠിക്കാം നമ്മളിപ്പോ ലൈഫിൽ, എങ്കിൽ നിങ്ങൾ സമ്പത്ത് വരും. ഇതാണ് ഫസ്റ്റത്തെ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് മാറ്റുക എന്നുള്ളത്. അല്ലാതെ ഇവിടെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു തരാം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, എനിക്കിപ്പോ ഒരു കാറോ ബൈക്കോ വേണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ആ കാറിൽ സഞ്ചരിക്കുന്നതും കാറിൽ പോകുന്നതും ബൈക്കിൽ പോകുന്നതൊക്കെ നിങ്ങൾ അനുഭവിക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് വേണമെങ്കിൽ, ഇപ്പൊ എനിക്കൊരു രോഗം ഉണ്ടായിരിക്കും, എനിക്ക് രോഗമുണ്ട്, ഈ രോഗം മാറണമെങ്കിൽ ആ രോഗം തന്നെ ഫോക്കസ് ചെയ്യാതെ ഞാൻ രോഗം മാറിയ വ്യക്തിയായിട്ട് ഒരു ആരോഗ്യമായിട്ട് കാണാൻ എപ്പോഴും കാണും, ഉള്ളിലേക്ക് കൊടുക്കുക. അങ്ങനെ കണ്ടേ നമുക്ക് ആ രോഗം മാറുന്നത് തനിയെ മാറും. ഇതാണ് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോ ഒരു വെറുതെ ചെന്നൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടുകയില്ല. നമുക്കത് ഉള്ളിലേക്ക് അടക്കുമ്പോൾ ഓൾറെഡി അത് ഉണ്ടായിരിക്കണം. പിന്നെ അതിന് ഏറ്റവും വലിയ സംഭവമാണ് ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റം വരില്ല. മറിച്ച് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ഇതെനിക്ക് ഒരു 10-30 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ലൈഫിൽ നിങ്ങൾ ഇതുമായിട്ട് ഒരു അലൈനായി മാറുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഈ സംഭവം ഒരു എഴുതി വയ്ക്കുക ബുക്കിൽ. ഞാൻ പറയുന്ന പോലെ ചെയ്യുക. നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം? ഞാൻ സ്റ്റക്ക് ആയിരിക്കും ലൈഫിൽ. സ്റ്റക്ക് എന്ന് പറഞ്ഞ പലരും സ്റ്റക്ക് ആണെങ്കിൽ എന്ത് സ്റ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഈ സംഭവം ഓൾറെഡി എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പോൾ സ്റ്റക്ക് എന്ന് പറയാൻ കാരണം എനിക്കിപ്പോ പല മേഖലകളിൽ നെഗറ്റീവായിട്ട് ചിന്ത വരുന്നുണ്ടാവും, പാസ്റ്റിലെ ട്രോമകൾ ഉണ്ടാവും, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഉള്ളിലേക്ക് വരുന്നുണ്ടാവും. നമ്മളിത് മാറ്റുക. ഓക്കെ, ഇത് പറഞ്ഞു പഠിച്ചു, ഈ ഭാഗം പഠിച്ചു. അപ്പൊ നിങ്ങൾ എഴുതി. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ബുക്കിൽ എഴുതിക്കോ ബുക്കിൽ ഇത് ഇപ്പൊ തന്നെ എഴുതിക്കോ. ടൈം എത്രയായി? ഓക്കെ, ഇപ്പൊ സമയം 8:40. നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന തൊട്ടിട്ട് ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഒരിക്കൽ നിങ്ങൾ ഈ അറിയുന്ന കാര്യം അവയോട് ചെയ്യരുത്, നിങ്ങൾ കാണുക. ഓക്കെ, സംഭവം എഴുതിക്കോ. ഇന്ന ദിവസം എത്രയാണ്? 26 ജാനുവരി മൺഡേ. ഈ പറയുന്ന 8:41 ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 26 ജാനുവരി നമ്മുടെ മൺഡേ തിങ്കളാഴ്ച 8:42 ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ഞാൻ എന്റെ ലൈഫിൽ, എന്റെ ജീവിതത്തിൽ എന്നെ കുറ്റപ്പെടുത്തില്ല. എന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇത് വെച്ചാണ് ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തുകയില്ല. ഇത് ചെയ്യുക. നിങ്ങൾ ഇനി ഒരിക്കലും പാസ്റ്റിലെ ആളല്ല. ഓക്കെ, നിങ്ങൾ ഇന്ന് സമ്പന്നരാണ്, നല്ല ബന്ധമുള്ള വ്യക്തിയാണ്, നിങ്ങൾ നല്ല ഹെൽത്ത് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്കത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പഴയ ആളല്ല. പാസ്റ്റിലെ ആ വ്യക്തിയെ നിങ്ങൾ ഇനി കാണണ്ട. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണതല്ല. അത് നിങ്ങളുടെ ഒരു കടങ്കഥ മാത്രമായി കാണുക. അത് ജസ്റ്റ് ഒരു കഥ മാത്രമാണ്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാഠമായി മാത്രം കാണുക. ഈ നിമിഷം മുതൽ ഞാൻ ഇനി എന്നെ കുറ്റപ്പെടുത്തില്ല. എന്റെ സമ്പത്തിനെ കുറ്റപ്പെടുത്തില്ല, എന്റെ റിലേഷൻഷിപ്പിൽ ഞാൻ കുറ്റം പറയുകയില്ല, എന്റെ ഹെൽത്തിൽ ഞാൻ ഒരു കുറ്റം പറയില്ല. ഓക്കെ, എന്റെ ബോഡി എത്ര വീക്കാണെങ്കിൽ പോലും നിങ്ങളത് കുറ്റമായി പറയരുത്. ഞാൻ സമ്പന്നനാണ്, ഞാൻ ഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. ഇത് പറയുക, ഉറപ്പായി ചെയ്യുക സംഭവം. അപ്പോ ഇന്ന് ഞാൻ പറയുന്നു, കുറ്റപ്പെടുത്തില്ല. അപ്പൊ നമുക്ക് തോട്ട്സ് ഒക്കെ വരും, പഴയ തോട്ട്സ് ഒക്കെ വരും. നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ്, എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ലൈഫിൽ, എനിക്ക് പണത്തിന്റെ പ്രശ്നമോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. ഇത് ചെയ്യണം, പേപ്പർ എടുക്കുക. ഇതൊക്കെ 10 എണ്ണമോ അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക, നിരനിരയായിട്ട് എഴുതി വെച്ചിട്ട് അതൊന്ന് കീറിക്കളയെ കത്തിക്കുക ചെയ്യുക. നമ്മൾ പല പ്രശ്നവും തീർന്നു എന്ന് പറഞ്ഞിട്ട് അനുഭവിക്കും. ബ്രെയിനെ പറ്റിക്കാൻ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞില്ല, ബ്രെയിനെ സത്യമോ കള്ളമോ അറിയില്ല. നമ്മളത് പറ്റിക്ക ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോകും, കത്തിപ്പോകുന്ന പോലെ നമ്മൾ തോന്നിപ്പിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് എഴുതിയിട്ട് ഞാൻ എന്റെ പ്രശ്നമൊക്കെ എനിക്ക് മണി പ്രോബ്ലം ഉണ്ട്, ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്, അതൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് അത് കത്തിച്ചിട്ട് ബ്രെയിനോട് പറയുക, ബ്രെയിനെ എന്റെ പ്രശ്നമെല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാം പോയി, കത്തി തകർന്നു പോയി, ഇനി ന്യൂ വെർഷനാണ് ഞാൻ എന്നോട് പറയുക എപ്പോഴും. ഓക്കെ, ഇത് ചെയ്യുക. ഫസ്റ്റത്തെ പോയിന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ പ്രശ്നമൊക്കെ എഴുതിക്കാം. പ്രശ്നമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ബ്രെയിൻ ക്ലിയർ ആയി. ബ്രെയിൻ ക്ലിയർ ആകുമ്പോൾ ബ്രെയിൻ എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കണം, ബ്രെയിന് ഒരു വെള്ളവും വളവും കൊടുക്കണം. നമ്മൾ നെഗറ്റീവ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, ഇനി പോസിറ്റീവ് കൊടുക്കണം. നമ്മൾ അതിലേക്ക് എന്താ കൊടുക്കണം, നമ്മളൊരു ഗോൾ വെക്കുക, വ്യക്തമായിട്ടുള്ള ഗോൾ വെച്ച് കൊടുക്കാം.
ഒരു ഗോള്, നിങ്ങളുടെ ആവശ്യമുള്ള പണം എത്ര വേണം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, വ്യക്തമാവുന്നത് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് കമന്റ് ഇട്ടോ, ലൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടോ വ്യക്തമാവുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോള്, നമുക്ക് ഗോള് വേണം, വ്യക്തമായിട്ട് ഗോള്, കൃത്യവും വ്യക്തവുമായ ഗോള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് അടുത്ത മാസം നെക്സ്റ്റ് മന്തിൽ ഇത്രയും തുക ശമ്പളം ലഭിക്കണം എന്നുള്ള ഗോൾ എഴുതിക്കാം. അപ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു 10-15,000 രൂപ ആണെങ്കിൽ അടുത്ത മാസം അത് 20,000 രൂപ ആക്കുന്ന പോലെ എഴുതി വെക്കാം. പെട്ടെന്ന് പോയിട്ട് 10 എന്നുള്ളത് ഒരു 100 അല്ലെങ്കിൽ 1 crore ആക്കരുത്. 10 എന്നുള്ളത് 20 ആക്കിയിട്ട് മാറ്റാം. 1 lakh ആണെങ്കിൽ 2 lakh ആക്കി മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ മാസം എനിക്ക് 10,000 ആണെങ്കിൽ അടുത്ത മാസത്തേക്ക് 20,000 ആക്കുന്ന ഒരു ബുക്കിൽ എഴുതി വെക്കാം. അത് ഗോളാക്കി എഴുതി വെക്കാം. അടുത്ത ഗോൾ വെച്ചാൽ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, എന്റെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നെക്സ്റ്റ് മന്ത് കറക്റ്റ് ഡേറ്റ് ചെയ്ത, മന്ത് ചെയ്ത, ഇയർ ചെയ്ത, നിർബന്ധമായിട്ട് ഡേറ്റ്, മന്ത്, ഇയർ, ഈ മാസം ആ വ്യക്തി ഇതിലേക്ക് വന്ന പോലെ കാണുമ്പോ ആ വ്യക്തി ഓൾറെഡി എന്റെ കൂടെ ഉണ്ടെന്ന് പറയണം. മനസ്സിലായി? അങ്ങനെ നമുക്ക് വേണമെന്ന് പറയരുത്, ഓൾറെഡി ഉണ്ടെന്ന് പറയണം. എപ്പോഴും പറയണം ആ പണം എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുക. ഓക്കെ, എഴുതി വെച്ചു. നെക്സ്റ്റ് നമ്മൾ ഹെൽത്ത് ഇഷ്യൂ, എനിക്കിപ്പോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറുന്ന പോലെ കാണാൻ ശ്രമിക്കാം. ഇത് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ഗോൾ വേണം. അപ്പൊ നമ്മൾ മൈൻഡ് ക്ലിയർ ആക്കി നെക്സ്റ്റ് നമ്മൾ ഗോൾ എഴുതി, നമ്മൾ ഗോൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് അടുത്ത, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് അടുത്തത്. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും മാറ്റം വരുന്ന സംഭവമാണ് അടുത്തത്. അത് നിങ്ങൾ ചെയ്യുക, എന്തായാലും ചെയ്യണം. ഇത് ഒരിക്കലും മാറ്റി വെക്കരുത് സംഭവം കേട്ടോ. ചെയ്യുക, ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് ഈ സംഭവം. ഓക്കെ, എഴുതി വെച്ചു. നമുക്ക് എന്താണുള്ളത് അതില് നന്ദി ഉള്ളതായിരിക്കാം. ഈ സംഭവം ഒരിക്കലും നിങ്ങൾ നിർത്തരുത്, ലൈഫ് ലോങ് വരെ പറയുക. ഓക്കെ, എനിക്ക് എന്തൊക്കെ ഉണ്ടോ അത് നന്ദി പറയുക. അപ്പോ എനിക്ക് കിട്ടുന്ന ശ്വാസം പോലും അത് നമുക്ക് അനുഗ്രഹമാണ്, മനസ്സിലാക്കുക. ശ്വാസം, എത്രയോ പേർക്ക് ഈ ലോകത്ത് ശ്വാസം ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള അനുഗ്രഹമാണ്. പലപ്പോഴും പലരും ICUലൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയില്ല, അവർക്കുണ്ട്. പക്ഷെ നമുക്കത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണത്. ഓക്കെ, അപ്പോ ശ്വാസം എടുക്കും, നന്ദി പറയാം. അപ്പൊ അത് നന്ദി ഫസ്റ്റ് പറഞ്ഞായിരുന്നു. പിന്നെ കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, മിണ്ടാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നു, ഓടാൻ പറ്റുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇന്നറുണ്ട്. നമ്മളുടെ ഹൃദയം, ശ്വാസകോശം, കിഡ്നി, അങ്ങനെ ഉള്ളിൽ തന്നെ പറയുക. ഇതൊക്കെ നമ്മൾ നന്ദി പറയുക. ഒരുപാട് പേർക്ക് ഇതൊന്നും ഇല്ലാത്ത കുറെ പേരുണ്ട്. അതിന്റെ വാല്യൂ മനസ്സിലാണെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചു നേരം ശ്വാസം ഒന്ന് പിടിച്ചു വെച്ചേക്കുക, കുറച്ച് മാക്സിമം ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. അപ്പൊ അറിയാം നിങ്ങൾക്ക് അതിന്റെ വാല്യൂ എത്ര ഉണ്ടെന്നുള്ളത്. നിങ്ങളിങ്ങനെ കുറച്ച് നേരം ഉള്ളിലേക്ക് നിന്നാൽ മതി. ശ്വാസം ഒന്ന് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശ്വാസത്തിന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പറയാം എപ്പോഴും. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു വീട്, എനിക്ക് കിട്ടിയ വാഹനം, നിങ്ങളുടെ പുസ്തകങ്ങള്, നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ മക്കളോ, ഹസ്ബൻഡ്, വൈഫോ, ഇതൊക്കെ നന്ദി പറയാൻ ശ്രമിക്കാം. നന്ദി, ഇത് നിർത്തരുത്. ഈ സംഭവം എപ്പോഴും വേണം, നന്ദി പറയുക. ഓക്കെ, ഇവർക്കൊക്കെ നന്ദി പറയാം. നിങ്ങൾ അവർ എത്ര വലിയ തെറ്റ് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ചതിക്കുകയും നിങ്ങൾ എന്തെങ്കിലും തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി പറയുക, നിർബന്ധം പറയാട്ടോ. ഓക്കെ, എഴുതിച്ചു. അടുത്തതാണ് ഏറ്റവും അടുത്ത ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് വീണ്ടും ഇഷ്ടമുള്ള കാര്യമാണ് ഫോർഗീവ്നെസ്. എന്ന് വെച്ചാൽ ക്ഷമ, മറ്റുള്ളവരോടും നമ്മളോടും ക്ഷമിക്കുക. ഓക്കെ, ഇത്രയും കാലം പറഞ്ഞു ഇത്രയും കാലം എന്നെ മോശമായി പറഞ്ഞു, എന്റെ മൈൻഡിനെ മോശമായിട്ട് പറഞ്ഞു, എന്റെ ജീവിതം വളരെ മോശമാണ്, അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കുറെ പ്രാവശ്യമൊക്കെ. എനിക്ക് മാത്രം ഇങ്ങനെ, എന്റെ ലൈഫ് ഇങ്ങനെ, എന്റെ ലൈഫ് ഭയങ്കരമായി മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ. അതൊക്കെ നമ്മൾ ക്ഷമ വഹിക്കുക. ഇനി അതൊന്നുമില്ല, ഞാൻ അങ്ങനെ പറയില്ല, ഇനി എന്നെ കുറ്റപ്പെടുത്താനൊന്നും ചെയ്യില്ല, ഞാൻ അതൊക്കെ ക്ഷമ വഹിക്കുന്നു പറയുക. നെക്സ്റ്റ്, എന്റെ മാതാപിതാക്കളോ എന്റെ ബന്ധുക്കളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോടൊക്കെ ഞാൻ എന്തെങ്കിലും മോശമായിട്ടോ ഇതിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ പറയുക. അത് അവർ കേൾക്കൊന്നും വേണ്ട, നിങ്ങളുടെ പറഞ്ഞാൽ മതി. ഞാൻ ഒരു ഐഡിയ പറഞ്ഞ ചെയ്ത് നോക്കിക്കോട്ടാ. ഒരു ഇത് വയ്ക്കാം, ഒരു ചെയർ വെക്കാം. നമ്മൾ ചെയർ വെക്കാം, ഫ്രണ്ടിൽ വേറെ ചെയർ വെക്കാം. ഒന്ന് കണ്ണടയ്ക്കാം. നമ്മൾ ഒരു ചെയർ വന്നിരിക്കാം, കണ്ണടയ്ക്കാം. അപ്പുറത്തെ ഓപ്പോസിറ്റ് ചെയറിലെ അവിടെ വ്യക്തിക്ക് നമ്മൾ കാണാം. ആ വ്യക്തി നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആൾക്കാരോ അവരിരിക്കുന്ന വ്യക്തി കണ്ണടച്ച് കാണാൻ ശ്രമിക്കാം. ആ വ്യക്തിയോട് ക്ഷമ ഒതുക്കുന്നു പറയാം. ഞാൻ ക്ഷമ ഒതുക്കുന്നു പറഞ്ഞിട്ട് ആ വ്യക്തിയും നമ്മളോട് ക്ഷമിക്കുന്നു പറയുക. അങ്ങനെ കാണുക. ഓക്കെ, ഇതും ചെയ്യാം. അപ്പോ എന്തൊക്കെയാണ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞത്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബോഡി, നമ്മുടെ എല്ലാ മേഖലകളും നമ്മൾ ക്ഷമ ഒതുക്കാൻ ശ്രമിക്കാം. ഇതും പറയാം നമ്മൾ ഡെയിലി. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയി ഒന്ന് കമന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ടൈപ്പ് ചെയ്യോ പറയാ ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കിടക്കണം. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറോ അതിനൊന്ന് പറയോ?
ക്ലിയർ. ഓക്കെ. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മാനിഫെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഇത് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് കോഴ്സ് മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാരണങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ സംഭവത്തെ അട്രാക്ട് ചെയ്യാൻ പോകണം. എങ്ങനെ? നമ്മൾ മനസ്സിൽ കാണാൻ പോവാണ്. നമ്മൾ കണ്ണുകൾ അടയ്ക്കാം. പറഞ്ഞു തരണല്ലോ കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞുതരാം. കണ്ണടച്ചിട്ട് നമ്മൾ കാണാം. അപ്പൊ നമുക്ക് പണമാണ് വേണ്ടത്, വ്യക്തിയാണ് വേണ്ടത്, ഹെൽത്ത് ആണ് വേണ്ടത് നോക്കിയിട്ട് ആ സംഭവം നമ്മൾ മനസ്സിൽ കാണാം. കണ്ണടച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ശ്വാസം ഒക്കെ എടുത്ത് മൈൻഡിനെയും ബോഡിയെ റിലാക്സ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നല്ല ഇത് കൊടുക്കാം, നല്ല പോസിറ്റീവായിട്ട് കാര്യം കൊടുത്തുകൊണ്ടിരിക്കുക. ഉള്ളിലേക്ക് കൊടുത്ത് എന്നിട്ട് ആ പണം നമ്മളിലേക്ക് വരുന്ന പോലെ കാണാം. ആ പണം നമ്മളിലേക്ക് വരുന്ന പോലെ കാണാം. ആ വ്യക്തി നമ്മളിലേക്ക് വരുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ഓൾറെഡി ആ വ്യക്തി ഉണ്ട്, ആ വ്യക്തി സ്നേഹിക്കുന്നു, ആ വ്യക്തിയുടെ കെയറിംഗ് ഒക്കെ കാണാം. പണത്തെ നമ്മൾ സ്നേഹിക്കുക, പണത്തെ ഒരിക്കലും റെസ്പെക്ട് ചെയ്യരുതിട്ടാ. പണം എപ്പോഴും നമ്മൾ സ്നേഹിക്കണം, പണത്തെ സ്നേഹിക്കുക, പണത്തെ റെസ്പെക്ട് ചെയ്യുക. പണത്തെ എപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ഒരു ആവാഹിക്കുന്ന പറയില്ല, അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. പണത്തെ ഒരിക്കലും നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല, റെസ്പെക്ട് ഇല്ലാതെ കാണാൻ പാടില്ല. പണത്തെ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക. ഇങ്ങനെ പറയാം, ഐ ലവ് മണി, ഐ റെസ്പെക്ട് മണി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളിലേക്ക്. ആ വ്യക്തിയോട് എപ്പോഴും പറയാം, ആ വ്യക്തിയെ കാണുമ്പോഴും ആ വ്യക്തി ഇല്ലാത്ത സമയത്ത് പോലും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക. ആ വ്യക്തി എനിക്ക് സ്നേഹമാണ്, ആ വ്യക്തിയോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയും, എന്റെ ഹെൽത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ഓൾറെഡി ഉള്ള പോലെ കാണുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യണം ഇങ്ങടേക്ക്. അതാണ് നമ്മൾ ആ സംഭവം നമ്മൾക്ക് വന്നു കഴിഞ്ഞു, അതുപോലെ നമ്മൾ നന്ദി പറയാം. ഇപ്പൊ നിങ്ങൾക്കൊരു കാറിന് വേണ്ടിയാണ് മാനിഫെസ്റ്റ്. ഈ കാറ് ഓൾറെഡി എന്റെ കയ്യിലുള്ള പോലെ നന്ദി പറയുക. ആ കാർ എനിക്ക് ലഭിച്ച പോലെ നന്ദി പറയാൻ ശ്രമിക്കാം. കാറായാലും വീടായാലും നിങ്ങളുടെ സോൾമേറ്റ് ആയാലും നിങ്ങളുടെ ഹെൽത്ത് ആയാലും ഒക്കെ നമുക്ക് ലഭിച്ച പോലെ നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. നമുക്കൊരു കാര്യം വേണമെങ്കിൽ ആദ്യം വേണ്ടത് വ്യക്തമായിട്ടുള്ള ഗോൾ വേണം. പിന്നെ അതുമനുസരിച്ചുള്ള ആ തോട്ട്സ് ഇല്ലേ, നമ്മുടെ ചിന്തകളിലെ തോട്ട്സ്, അതില് ഫീലിങ്സ് വേണം. നമുക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യെങ്കിൽ വേണ്ട സംഭവമാണ് ഫീലിങ്സ്. നമുക്ക് വികാരം എന്ന് പറയാം, വികാരം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ലഭിക്കും. നമുക്കിങ്ങനെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കണ്ണടച്ചിട്ട് ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായിരിക്കണം, എപ്പോഴും ഫീലിങ്സ് ആയിരിക്കണം. പിന്നെ ചെറിയൊരു ആക്ഷൻ വേണ്ട. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ഒരു ആക്ഷൻ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മണി കുറച്ച് നിങ്ങൾക്ക് ഇൻകം വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോ എനിക്ക് അടുത്ത മാസം എന്റെ ഇൻകം വർദ്ധിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻകം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതെങ്ങനെയാണ് ബിസിനസ് ചെയ്തിട്ടോ നമുക്ക് ഇതിലുള്ള സംഭവം വിറ്റിട്ടോ പൈസ ഉണ്ടാക്കാനുള്ള പ്ലാൻ നോക്കണം. അത് വേണം നമുക്ക്. അപ്പൊ പഠിക്കാൻ ശ്രമിക്കാൻ പറ്റിയിട്ടുള്ള. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മളിനി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ നമ്മളുടെ ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ്, ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണണം. കണ്ണടച്ച് കാണുമ്പോൾ നമ്മുടെ കൈകളിൽ ഇപ്പോ നിങ്ങൾക്ക് കാറ് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെ ആ സ്പർശനം കാണുക, അതിലെ സ്മെല്ല് കാണുക, അത് കാണുക മൊത്തത്തില്, പിന്നെ അറിയുക, എല്ലാം നമ്മൾ കാണണം, കേൾക്കണം, ആ സൗണ്ട് ഒക്കെ കേൾക്കണം, എല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, അഭിപ്രായം പറയാം. എല്ലാം വ്യക്തമാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് പറയാനുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ